ഗ്രീഷ്മയുടെ കാര്യമാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ചിന്താ വിഷയം. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടിയാലും ഇല്ലെങ്കിലും പോകാനുള്ളവർക്ക് പോയി. ഷാരോണിന് ജീവൻ പോയി. ഷാരോണിൻ്റെ അച്ഛനും അമ്മയ്ക്കും പൊന്നുമകൻ പോയി. പിന്നെ തൂക്കുകയർ കിട്ടിയാൽ ഇനിയും ഇതുപോലുള്ള കുറ്റങ്ങൾ കുറയും എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളത്. അത് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞിട്ടുള്ള ആ വിധി കണ്ടിട്ട് ആൾക്കാർ കുറ്റകൃത്യം ചെയ്യുന്നത് കുറയ്ക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സിറ്റുവേഷൻസ് ആണ് ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കുന്നത്. ഒരു മനുഷ്യൻ പ്രണയത്തിൽ വീഴുമ്പോൾ അതിന് പല കാര്യങ്ങളുണ്ട് ഒരു ആളെ പ്രണയിക്കണമെങ്കിൽ, അല്ലേ? ചിലർ സൗന്ദര്യം കണ്ട് പ്രണയിക്കും, ചിലർ സ്വഭാവം കണ്ട് പ്രണയിക്കും, ചിലർ ടാലൻറ്റ് കണ്ട് പ്രണയിക്കും. കോളേജിലൊക്കെ ആണെങ്കിൽ എല്ലാ കൾച്ചറൽ പ്രോഗ്രാംസിനുമൊക്കെ മുമ്പന്തേ നിൽക്കുന്നവരെ ആയിരിക്കും ചിലപ്പോൾ മിക്ക പിള്ളേരും ആരാധിച്ച് പ്രേമത്തിലെത്തുന്നത്. സോ പ്രേമിക്കാൻ അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകിച്ചൊരു കൺസെപ്റ്റ് ഇല്ല. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. സ്വഭാവം കണ്ട് പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ താമസിച്ചല്ല പ്രേമിക്കുന്നതെന്ന് ഓർക്കണം. ഒന്നെങ്കിൽ ഡെയിലി പോയി വരുന്നത് കണ്ടു നിൽക്കുവോ, അല്ലെങ്കിൽ 2-3 ദിവസം എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നത് കാണുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനം കാണും ഒരാൾക്കൊരാളെ പ്രണയിക്കണമെങ്കിൽ. പക്ഷേ പ്രണയം തുടങ്ങിക്കഴിഞ്ഞായിരിക്കും ഓപ്പോസിറ്റ് ആളിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ പ്രണയിനിയുടെയോ അല്ലെങ്കിൽ പ്രണയിതാവിൻ്റെയോ നെഗറ്റീവ് വശങ്ങൾ നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. നെഗറ്റീവ് വശം എന്ന് പറയുമ്പോൾ അത് ചെറിയ ചെറിയ കാര്യം ആണെങ്കിൽ പോലും അതായിരിക്കും പിന്നീട് വലുതാകുന്നത്. ചിലപ്പം ആഹാരം കഴിക്കുന്നതിൻ്റെ രീതിയായിരിക്കും. ചിലർക്ക് ഒച്ച വെച്ച് കഴിക്കുന്നത് ഇഷ്ടമില്ല, ചിലർക്ക് സ്വെറ്റ് സ്മെല്ലായിരിക്കും, ചിലർക്ക് കിടപ്പറയിൽ ശരിയായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഇപ്പോഴത്തെ കമിതാക്കളൊക്കെ മിണ്ടി 2-ാമത്തെ ദിവസം അവർ ഹോട്ടലിലും റൂംസിലും ആണല്ലോ കൂടുതലും പ്രണയങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ചിലർക്ക് പ്രണയം കൂടി കഴിയുമ്പോൾ വീട്ടിലെറിയുമ്പം ഒത്തിരി പേർക്ക് പ്രോബ്ലംസ് വരും. സോ പ്രോബ്ലംസ് പല രീതിയിലായിരിക്കും എല്ലാ കമിതാക്കൾക്കും ഉണ്ടാകുന്നത്. അപ്പോഴായിരിക്കും അവർ പിന്മാറാൻ പറയുന്നത്. സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ ഇഷ്ടമില്ലാതെ ആയിരിക്കും, മനസ്സുകൊണ്ട്. ചിലർക്ക് ഓവർ പൊസസീവ്നെസ് ആയിരിക്കും, ചിലർക്ക് ഫ്രീഡം ഉള്ളവർക്ക് ഇങ്ങനെ ഏതു നേരവും ഫോൺ ചെയ്തും അവിടെ പോയി ഇവിടെ പോരുത് അവിടെ പോരുത്, ആരെയാണ് ഫോൺ ചെയ്ത് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന കാമുകന്മാരും കാമുകിമാരുമുണ്ട്. സോ അതൊക്കെ ഇഷ്ടപ്പെടാതെയും ഇവർ പറയും വേണ്ടാന്ന്. പിന്നെ ഈ ഗ്രീഷ്മ കാണിച്ച പോലെ നല്ല അലയൻസ് വന്ന ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇറങ്ങി വരാൻ ധൈര്യം ഇല്ലാത്തവരുണ്ട്.